കോൺഗ്രസ് നേതാവ് VR അനൂപ് ടെലിഫോൺ ലൈനിൽ. ശ്രീ VR അനൂപ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് പൂർണ്ണമായും കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് MM ഹസൻ ഡൽഹിയിൽ പറയുകയാണ്. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് താനും. അങ്ങനെയെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ആളെ തെരഞ്ഞെടുക്കാൻ ഇത്രയും വൈകുന്നത്? ഇനിയും എന്താണ് പ്രശ്നങ്ങൾ? എന്താണ്? MM ഹസൻ ഏത് സാഹചര്യത്തിൽ എന്ത് പ്രസ്താവന നടത്തിയെന്ന് എനിക്കറിയില്ല, അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയ നേതാക്കന്മാരിൽ ഒരാളാണ്. അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ എന്നെ പോലെ ഒരാൾക്ക് കഴിയുന്നില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സജീവമായി 3 ഓപ്ഷൻസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ട്. അത് കുറച്ച് നാളുകളായി അതിൽ ചർച്ച നടക്കുകയാണ്. ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് അതിന്റെ ദൗർബല്യമല്ല, ശക്തിയാണ്. തീർച്ചയായും എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിന്റെ ശരിയായ തീരുമാനത്തിലേക്ക് അടുക്കുക തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനം ഉചിതമായ സമയത്ത് തന്നെ എടുക്കും. അത് വളരെ പെട്ടെന്നുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ അനൂപ് പ്രതികരിച്ചതിന്. സുനിൽ ഐസക്കിലേക്ക് ഒരിക്കൽ കൂടി. സുനിൽ, ഇതിലിപ്പോൾ ഈ മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ചെന്നിത്തല ചിത്രത്തിലേ ഇല്ലേ? KCയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ എങ്ങനെ VD സതീഷിനെ സെറ്റിൽ ചെയ്യും, അദ്ദേഹത്തെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന ചർച്ചകളാണെന്ന് തോന്നുന്നു ഡൽഹിയിൽ നടക്കുന്നത്. ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കാര്യമായ റോൾ ഈ മത്സരം അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ചിത്രത്തിലില്ലാത്തൊരവസ്ഥയുണ്ടോ? KC വേണുഗോപാൽ വേഴ്സസ് VD സതീശൻ എന്ന തരത്തിലേക്കാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പ്രധാനമായും പുരോഗമിക്കുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല വിഭാഗം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവുകയും അങ്ങനെ ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരികയും ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ ചെന്നിത്തല ക്യാമ്പിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം VDക്ക് അനുകൂലമായ നിലപാടെടുത്താലും പ്രശ്നങ്ങളാണ്. കാരണം പാർട്ടിക്കുള്ളിൽ നേതാക്കൾക്കിടയിലെ ഭൂരിപക്ഷം, ഒപ്പം MLA-മാർക്കിടയിലെ ഭൂരിപക്ഷമൊക്കെ VD സതീശന് എതിരാണ്. അതുകൊണ്ട് VDക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും VDയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ അത് സംഘടനാ തലത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു ആശങ്ക പാർട്ടിക്കുണ്ട്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന പോലെ KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ വന്നാൽ വലിയ എതിർപ്പ് ഒരുപക്ഷെ അണികൾക്കിടയിൽ നിന്ന് വ്യാപകമായി ഉണ്ടാകും, ഘടകകക്ഷികൾക്കിടയിൽ നിന്നുണ്ടാകും. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളായിരിക്കും ഒരുപക്ഷെ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് KC വേണുഗോപാലിനെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ആശങ്ക പാർട്ടിയുടെ മുമ്പിലുണ്ട്. അങ്ങനെ ആ ആശങ്കകൾക്കിടയിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനുള്ളൊരു സാധ്യത, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിൽ രമേശ് ചെന്നിത്തല ക്യാമ്പ് പങ്കുവെക്കുന്നത്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം നടക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ VD സതീശനും KC വേണുഗോപാലിൻ്റെ ഈ 2 പേരുകളിലേക്ക് ചർച്ചകൾ ചുരുങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ശരി, സുമോദിലേക്ക് വീണ്ടും. സുമോദ്, ഒരേ സമയം ഡൽഹിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ചരടുവലികളും തുടങ്ങി എന്ന വിവരങ്ങൾ വരികയാണ്. എന്ന് വെച്ചാൽ KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നൊരു സൂചനയും സാധ്യതയും ഡൽഹിയിൽ പരക്കുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം മാറുമ്പോൾ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കണ്ണുവെക്കുന്ന നിരവധി പേരുണ്ട്. ഇവിടെ നിരീക്ഷകരായി വന്നിട്ട് പോയ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഒപ്പം ഭൂപേഷ് ബാഗേലും സച്ചിൻ പൈലറ്റും, ഈ 4 പേർക്കും ഒരുപോലെ സാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ ഈ KC കേരളത്തിൽ മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചു എന്ന നേതൃത്വത്തിൽ നിന്നുള്ള ഉറച്ച സൂചനകളുടെ പുറത്താണോ ഈ ചരടുവലികൾ? ഈ ചരടുവലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്? ഇവിടെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നത് ആലോചിച്ചെടുത്ത് തീരുമാനിച്ചാൽ മതി. പക്ഷേ എല്ലാ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമുണ്ടാകണം, മറ്റു പല ഘടകങ്ങളും വേണം. പക്ഷേ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒന്ന് മാത്രമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് DCC അധ്യക്ഷന്മാർ തൊട്ട് PCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരെ നിയമിക്കേണ്ടത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. ഒരു സാധ്യത അവർ മുന്നിൽ കാണുകയാണ്. KC വേണുഗോപാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹം കേരളത്തിലേക്ക് പോവുകയാണ്, കേരള മുഖ്യമന്ത്രിയാകുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഒഴിവ് വരും, ഒരു സ്ഥാനം ഒഴിവ് വരും. അപ്പോൾ സ്വാഭാവികമായും ആ പദം ഒഴിഞ്ഞിടാൻ ഒരു മിനിറ്റ് പോലും ഒഴിഞ്ഞിടാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരാളെ ഈ ഇതിലേക്ക് നിയോഗിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആര് വേണം എന്നുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായും നടക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പാനൽ എന്ന രീതിയിൽ തന്നെ അവർ ആലോചന തുടങ്ങിയിരിക്കുന്നത്. നേതാക്കന്മാർ ഇക്കാര്യത്തിൽ ചരടുവലി ആരംഭിച്ചു.
ആരംഭിച്ചിട്ടുണ്ട്. ഭൂപേഷ് ബാഗൽ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ, അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി പോകുന്ന ഒരു മുതിർന്ന നേതാവ് കൂടിയായിരുന്നു. ഇതുകൂടാതെ അജയ് മാക്കൻ, മുകുൾ വാസനിക് തുടങ്ങിയ 2 പേരുണ്ട്, സച്ചിൻ പൈലറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ളവരാണ് കൃത്യമായി ഈ തരത്തിലുള്ള ഒരു നടപടിക്ക്, ഈ തരത്തിലുള്ള ഈ പദവിയിലേക്ക് വേണ്ടി ആഗ്രഹിച്ച് ചരടുവലി നടത്തുന്നത്. യെസ്, എന്തായാലും ഒരേ സമയം പല തരത്തിലുള്ള ചരടുവലികൾ അവിടെ നടക്കുന്നു. ഹൈക്കമാൻഡിന് ഇതിലും വലിയൊരു തലവേദന അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ അങ്ങേയറ്റം ആഗ്രഹവുമായി മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമ്പോൾ KC വേണുഗോപാലിനെ പിണക്കാൻ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ കഴിയുന്നില്ല. ഇവിടെ ജനവികാരം VD സതീഷിന് അനുകൂലമാണെന്ന റിപ്പോർട്ട് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതും തട്ടാൻ വയ്യ. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി എന്ന് പറഞ്ഞൊരു സൈഡിൽ വേറെയുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമെന്നുള്ളതാണ് ചോദ്യം. ഇന്നെങ്കിലും എത്തുമോ എന്നുള്ളതും പരമപ്രധാനമായ ചോദ്യമാണ്. നമുക്കതിലേക്ക് ഇനിയും